മായാസഭയിലെ അപമാനം ദുര്യോധനന്റെ ഹൃദയത്തിൽ വിഷമായി കത്തിക്കൊണ്ടിരുന്നു. അവൻ ഉറങ്ങാനായില്ല, ചിരിക്കാനായില്ല. അവന്റെ മനസ്സിൽ ഒരു ചിന്ത മാത്രം: പാണ്ഡവരെ നശിപ്പിക്കണം. ആ വിഷചിന്തയ്ക്ക് രൂപം നൽകിയവൻ ശകുനി, കാപട്യത്തിന്റെ രാജാവ്. അവൻ ദുര്യോധനനോട് പറഞ്ഞു: യുദ്ധത്തിൽ പാണ്ഡവരെ തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ യുധിഷ്ഠിരന് ഒരു ദൗർബല്യമുണ്ട്: പാശകേളി, അതെ, ചൂതുകളി. ധർമ്മരാജാവായിരുന്നെങ്കിലും കളിയോടുള്ള ആകർഷണം യുധിഷ്ഠിരനെ ദുർബലനാക്കി. ശകുനിയുടെ കണ്ണുകളിൽ കപടതയുടെ തീ തെളിഞ്ഞു. അവനെ കളിയിലേക്ക് ക്ഷണിക്കൂ. ധൃതരാഷ്ട്രന്റെ അനുമതിയോടെ പാണ്ഡവരെ ഹസ്തിനാപുരത്തിലേക്ക് ക്ഷണിച്ചു. വിതുരൻ മുന്നറിയിപ്പ് നൽകി: ഈ കളി വിനാശത്തിലേക്ക് നയിക്കും. പക്ഷേ വിധിയുടെ ചക്രം ഇപ്പോൾ നിർത്താനാവാത്ത വേഗത്തിൽ തിരിയുകയായിരുന്നു. പാശക്കേളി ആരംഭിച്ചു. ഒരു വശത്ത് യുധിഷ്ഠിരൻ, മറ്റൊരു വശത്ത് ശകുനി. പക്ഷേ അവൻ കളിച്ചത് സാധാരണ പാശക്കല്ലുകളോടെയല്ല, കാപട്യത്തിൻ്റെ മന്ത്രവുമായിരുന്നു. ആദ്യം സ്വർണവും സമ്പത്തും നഷ്ടമായി, പിന്നീട് രാജ്യം, അതിനുശേഷം സഹോദരന്മാർ, ഒരാളിന് പിന്നാലെ ഒരാൾ. ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ, എല്ലാവരും തോറ്റു. സഭ നിശബ്ദമായി. പക്ഷേ ശകുനി അവിടെ നിർത്തിയില്ല. ഇനിയും നിനക്കൊരു സമ്പത്ത് ബാക്കിയുണ്ട്, ദ്രൗപദി. ഒരു നിമിഷം യുധിഷ്ഠിരന്റെ മനസ്സ് വിറച്ചു. പക്ഷേ അവൻ അവളെയും പതയമായി വെച്ചു. പാശം വീണു. ദ്രൗപദിയും നഷ്ടപ്പെട്ടു. ദുര്യോധനന്റെ മുഖത്ത് ക്രൂരമായ ചിരി തെളിഞ്ഞു. ദുശാസന ദ്രൗപദിയെ സഭയിലേക്ക് വലിച്ചുകൊണ്ടുവരും. അന്ന് മഹാഭാരതത്തിലെ ഏറ്റവും ഇരുണ്ട നിമിഷം ജനിച്ചു. ദുശാസനൻ ദ്രൗപദിയെ മുടിയിൽ പിടിച്ച് രാജസഭയിലേക്ക് വലിച്ചിഴച്ചു. അവളുടെ കണ്ണുകളിൽ അപമാനവും കോപവും കത്തിയിരുന്നു. അവൾ ചോദിച്ചു: സ്വയം തന്നെ നഷ്ടപ്പെട്ട ഒരാൾക്ക് എന്നെ പന്തയമായി വയ്ക്കാൻ എന്തവകാശം? സഭ മൗനമായി. ഭീഷ്മൻ തലകുനിച്ചു. ദ്രോണർ മിണ്ടിയില്ല. വിതുരൻ മാത്രം പ്രതിഷേധിച്ചു. പക്ഷേ അധികാരത്തിൻ്റെ ഭയം എല്ലാവരെയും നിശബ്ദരാക്കി. ദുര്യോധനൻ തൻ്റെ തുടയിൽ കൈതട്ടി ചിരിച്ചു. ദുശാസനൻ ദ്രൗപദിയുടെ വസ്ത്രം വലിക്കാൻ തുടങ്ങി. ആ നിമിഷം ദ്രൗപദി മനസ്സു മുഴുവൻ ശ്രീകൃഷ്ണ ഭഗവാനെ വിളിച്ചു: കൃഷ്ണ, രക്ഷിക്കൂ. അത്ഭുതം സംഭവിച്ചു. ദുശാസനൻ വലിച്ച വസ്ത്രം അവസാനമില്ലാതെ നീണ്ടുകൊണ്ടിരുന്നു. എത്ര വലിച്ചാലും അതവസാനിച്ചില്ല. സഭ വിറച്ചു. ദുശാസനൻ ക്ഷീണിച്ചു വീണു. തൻ്റെ മാനനഷ്ടത്തിൽ നിന്ന് ദ്രൗപദി രക്ഷപ്പെട്ടു. ആ നിമിഷം ഭീമൻ ഭയങ്കര പ്രതിജ്ഞ എടുത്തു: ദുശാസനന്റെ രക്തം ഞാൻ കുടിക്കും, ദുര്യോധനന്റെ തുട ഞാൻ തകർക്കും. ദ്രൗപദിയുടെ കണ്ണുകളിൽ പ്രതികാരത്തിന്റെ അഗ്നി കത്തി. അന്ന് ഒരു സ്ത്രീയുടെ അപമാനം മാത്രമല്ല നടന്നത്, കുരുക്ഷേത്ര യുദ്ധത്തിന്റെ അവസാന മുദ്രയും പതിഞ്ഞു. ധൃതരാഷ്ട്രൻ ഭയപ്പെട്ടു. അവൻ ദ്രൗപദിയോട് ക്ഷമ ചോദിച്ചു. പാണ്ഡവർക്ക് എല്ലാം തിരികെ നൽകി. പക്ഷേ ശകുനി വീണ്ടും കളി ആവശ്യപ്പെട്ടു. ഈ തവണത്തെ നിബന്ധന 12 വർഷത്തെ വനവാസം, 1 വർഷത്തെ അജ്ഞാതവാസം. പാണ്ഡവർ വീണ്ടും തോറ്റു. അങ്ങനെ രാജാക്കന്മാരായിരുന്നവർ വനവാസികളായി മാറി. പക്ഷേ അവരോടൊപ്പം വനത്തിലേക്ക് പോയത് ഒരു പ്രതിജ്ഞയായിരുന്നു: പ്രതികാരത്തിൻ്റെ